എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഓർഗനൈസർ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ ഓർഗനൈസർ. നമ്മളെടുക്കുക ഒരുപാട് ഫയൽസും ബിൽസും കാര്യങ്ങളും ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോർമലി എങ്ങനെ ചെയ്യാറെന്ന് വെച്ചാൽ ജസ്റ്റ് ഇങ്ങനെ അടുക്കി കൂട്ടുന്നതാവും. അപ്പോൾ നമ്മൾ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതെല്ലാം ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇതിലിപ്പം 1, 2, 3, 4 കളികളുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഫയൽസും കാര്യങ്ങളിലാണെങ്കിൽ നമ്മൾ നോർമലി ഇതുപോലെ ഇങ്ങനെ ഇതിലിട്ട് കൊടുക്കും. പേപ്പേഴ്സ് ആണെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. ജസ്റ്റ് ഇതെല്ലാം നല്ലൊരു അടുക്കും ചിട്ടിയുള്ള പോലെ നല്ല സെറ്റായിട്ട് ഈ ഒരു ഇതിൽ നിൽക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ നിർമ്മിച്ചത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ലേസർ മെഷീനിലാണ് നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ ഇത് ഉണ്ടാക്കുന്ന വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് നമ്മളെ ഫയല്. ഇതിൽ നമുക്കിപ്പം ഈ ഒരു പീസ് നമുക്ക് 5 പീസ് വേണം, പിന്നെ ഇത് 2 പീസാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഇത് വന്നിട്ട് ഈ ഒരു ക്യാൻവാസിൽ നമ്മൾ ഇതെല്ലാം അറേഞ്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഡയറക്റ്റ് ലേസർ മെഷീനിൽ ഫയൽ സെൻഡ് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ 2.5 mm പ്ലൈവുഡ് ഷീറ്റാണ്, ബ്രിഡ്ജ് പ്ലൈ ആണ്. ഇതാണ് നമ്മൾ കട്ട് ചെയ്തിട്ട് ആക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് കട്ട് ചെയ്ത പീസെല്ലാം. നമുക്കിതിന് സാൻഡ് ചെയ്തിട്ട് എല്ലാം ക്ലീൻ ആക്കിയതിന് ശേഷം നമുക്കിത് ഡയറക്റ്റ് അസംബിൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ സാൻഡിങ് ചെയ്യാം. നമ്മുടെ പീസെല്ലാം സാൻഡ് ചെയ്തിട്ട് ഇതാണ് നമ്മൾ സാൻഡ് ചെയ്ത പീസെല്ലാം. ലേസർ കട്ട് ചെയ്യുമ്പോൾ നോർമലി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇതിൻ്റെ ഗ്ലൂവിൻ്റെ എല്ലാം കറയെല്ലാം ഉണ്ടാവും. അതെല്ലാം നമ്മൾ സാൻഡ് ചെയ്ത് റിമൂവ് ചെയ്തിട്ട് നല്ലൊരു ഈവൻ ടെക്സ്ചറുള്ള ഒരു മെറ്റീരിയലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതെല്ലാം അസംബിൾ ചെയ്തിട്ട് ഇതുപോലെ ആക്കാം. അസംബിൾ ചെയ്യാൻ ഇത് എളുപ്പമാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതുപോലെ വെച്ച് പോവേ വേണ്ടു. നമ്മളപ്പോൾ ഈ സൈഡിൽ ലോക്ക് വെച്ചിട്ട് ലോക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഇപ്പുറത്തെ സൈഡ് കൂടി ലോക്ക് ചെയ്താൽ നമ്മളെ അസംബ്ലിയും കഴിഞ്ഞു, കംപ്ലീറ്റ് വർക്കും കഴിഞ്ഞു. കാരണം ഇത് നമുക്ക് വുഡ് ഫിൽ വെച്ചിട്ട് പോയിന്റ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇത് ഇളകി വരുന്ന കാര്യം നമ്മൾ ആലോചിക്കുകയോ വേണ്ട. അവിടെ തന്നെ നിന്നോളും. അപ്പോൾ നമ്മുടെ അസംബ്ലി വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ ഓർഗനൈസർ. സെയിം, ഇത് രണ്ടും ഒരേ മോഡലാണ്, ഒരേ സൈസാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കളർ ഡിഫറൻസ് കാണാൻ പറ്റും. നമ്മളിതിന് ഓയിൽ ബേസ്ഡ് പോളിഷ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു യെല്ലോ ഷെയ്ഡ് എടുക്കുന്നത്. അപ്പോൾ ഇതൊരു പ്യുവർ വൈറ്റ് ഷെയ്ഡിലാണുള്ളത്. നമുക്ക് ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ കളറായിട്ടുള്ള പോളിഷ് ചേർക്കാം. തേക്കിൻ്റെ പോളിഷ് ഉണ്ട്, റോസ് വുഡ്, അങ്ങനത്തെ ഏത് കളറിലുള്ള സ്റ്റെയിൻ ചെയ്തിട്ട് നമുക്ക് പോളിഷ് ചെയ്താൽ അതുപോലെ ഉണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മൾ ഓർഗനൈസ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലത്തെ ഫയൽസ് എല്ലാം ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും സിമ്പിളായിട്ട്. പേപ്പേഴ്സ് ഉണ്ടെങ്കിലും പേപ്പേഴ്സ് ആണെങ്കിലും ഇതിപ്പം ജസ്റ്റ് പേപ്പേഴ്സാണ്. ഈ പേപ്പേഴ്സ് ആണെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ഇടാൻ പറ്റും. ഫയൽസ് വേറെ ഉണ്ടെങ്കിൽ ഇങ്ങനെ അടുക്കും ചുറ്റോടെ ഓർഗനൈസ് ചെയ്ത് പേപ്പേഴ്സെല്ലാം നമുക്ക് വെക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പം അടുത്ത വീഡിയോ നമുക്ക് കാണാം.